സോ ദിസ് ഈസ് ദി ഫസ്റ്റ് എപ്പിസോഡ്. അതായത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാത്ത, എൻ്റെ ലൈഫിനെ ഡോക്യുമെൻ്റ് ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ യു കെയിലേക്ക് വന്നിട്ടുള്ള സമയം, പിന്നെ അതുപോലെ തന്നെ ആ ഒരു പീരീഡ് തൊട്ടിട്ട് എൻ്റെ ഈ ലൈഫിൻ്റെ ഇന്നത്തെ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതുവരെ എവിടെയും ഡോക്യുമെൻ്റ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടില്ല. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം, ലൈഫിനെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എപ്പിസോഡ് പോലെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ, കൺസിസ്റ്റിംഗ് ഓഫ് ലൈക്ക് 6 എപ്പിസോഡ്സ്. സോ ഫസ്റ്റത്തെ എപ്പിസോഡ് എൻ്റെ സ്കൂൾ ലൈഫ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കോളേജ്, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ആയിരിക്കും ഈ ഒരു സീരീസിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂൾ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ വാസ് എൻ ആവറേജ് കിഡ്. അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ കഴിവുകളോ അല്ലെങ്കിൽ ഒരുപാട് ലൗഡായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഐ വാസ് ക്വയറ്റ്. ഞാൻ വളരെ ക്വയറ്റായിരുന്നു. കുറേ അങ്ങനെ ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ പഠിക്കുക അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഒരു 10th അല്ലെങ്കിൽ 9th കാലഘട്ടങ്ങളിലുള്ള ആ ഒരു സൈഡാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പും ഞാനങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ ഐ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഐ മീൻ ഇൻ ദി മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേഡ്സ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ പരിപാടികളൊന്നുമില്ല. സ്പോർട്സിൽ ചില സ്പോർട്സുകൾ ഞാൻ പങ്കെടുക്കും. അതല്ലാണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഞാനങ്ങനെ ജസ്റ്റ് ഞാൻ ആവറേജാണ്. ഞാൻ എല്ലാത്തിലും ആവറേജ് ആയിരുന്നു. ഞാൻ ലൗഡല്ല, കൂടുതൽ ഫ്രണ്ട് സർക്കിളില്ല, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെയൊന്നുമില്ല. ഒരു ക്വയറ്റ് ഷൈ ആ ഒരു ടൈപ്പിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരാളായിരുന്നു ഞാൻ. ബട്ട് എൻ്റെ ലൈഫിനെ എൻറ്റയർലി മാറ്റിയിട്ടുള്ളത് ഒരാളാണ്. ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ വിശ്വാസം ഉണ്ടാവാത്തൊരു സ്റ്റേജിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനിന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു ആൾ മാത്രമായിരിക്കും. എൻ്റെ ഫാമിലി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫിനെ മാറിയിട്ടുള്ളത് ആ ഒരു ഒറ്റ പേഴ്സണാണ്, അതാണ് എൻ്റെ വൈഫ്. ഐ ഗ്രൂ അപ്പ് ഇൻ കേരള. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ കേരളത്തിൽ തന്നെയാണ്. എൻ്റെ എല്ലാ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലെങ്കിൽ എല്ലാതും കേരളത്തിലാണ്. ഇടയ്ക്ക് ഫാദർ സൗദിയിലുള്ള കാലഘട്ടത്തിൽ സൗദിയിൽ ഞാൻ പോകും, സ്പെൻഡ് ലൈക്ക് വെക്കേഷൻസൊക്കെ. ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് അങ്ങനെ ആയിരുന്നു. പിന്നെ കൂടുതൽ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. കുറേ ഫ്രണ്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈവൻ ഇൻ ദ സ്കൂളിലൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ആൻ ആവറേജ് കിഡ്, നോട്ട് സ്റ്റഡീഡ് ദാറ്റ് മച്ച് ഹാർഡ് ഓർ നത്തിങ്. എല്ലാത്തിലും ആവറേജാണ്, ക്വയറ്റ് ഷൈ, എല്ലാതും ലൈക്ക് നോർമൽ എന്നും പറയാൻ പറ്റില്ല. പ്രോപ്പർലി ഐ ക്യാൻ സേ ഐ വാസ് ബിലോ ആവറേജ് മേ ബി. എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഞാനൊന്നും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയും എനിക്കുണ്ടായിരുന്നില്ല. ക്ലാസ്സിന് പോകുന്നു, വരുന്നു, ട്യൂഷൻ പോകുന്നു, അങ്ങനത്തെ ഒരു ലൈഫ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ആസ് എൻ എൽഡർ ചൈൽഡ് എന്നുള്ള രീതിയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ പുറത്ത് പോകാനും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് കറങ്ങി നടക്കാനും കൂടുതലും ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഉമ്മ വളർത്തിയിട്ടുള്ളതും. ഇപ്പോഴത്തെ പോലെ എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ ആ ഒരു സ്റ്റേജിലായിരുന്നില്ല എൻ്റെ ലൈഫ് പോയിരുന്നത്. വളരെ ചെറിയ സർക്കിളും പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഇപ്പോൾ പുറത്തുനിന്ന് ഫ്രണ്ട്സൊക്കെ വരാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഐ മീൻ ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതൊക്കെ കളിക്കുന്നതൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടായിരിക്കും. പിന്നെ കുറച്ച് വലുതായപ്പോഴൊക്കെയാണ് ഞാൻ കുറച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയതും. പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഗ്‌രിബായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് വീട്ടിലെത്തണം. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഹി വാസ് സോ സ്ട്രിക്റ്റ് അബൌട്ട് ദാറ്റ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് നിൽക്കുന്നത് ഈ ഒരു ബേസിലാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനുള്ളത്. പിന്നെ ലൈഫ് ആ സമയത്ത് മദ്രസയിൽ പോയിരുന്നു. മദ്രസയിൽ ഞാൻ 10th വരെ മദ്രസ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ലൈഫ്
എല്ലാത്തിലും മദ്രസയിൽ ഞാൻ കുറച്ച് നന്നായി പഠിക്കും. കാരണം വലിയ കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കും. എല്ലാവർക്കും നല്ല, പിന്നെ എൻ്റെ ഫാമിലി ഒരു കുറച്ചും കൂടിയും എന്താ പറയുക, ദീനീപരമായിട്ട് വലിയപ്പൊക്കെ കുറച്ചും കൂടിയും സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവർക്കും എന്നോടും ഒരു ഉസ്താദുമാരൊക്കെ ആണെങ്കിലും എന്നോട് ഒരു 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 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ ലൈഫിലെ ഏർലി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു കാര്യം, സ്കൂൾ ലൈഫിൽ പല ഗോസിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ലൈഫിൽ ഒരുപാട് ഗോസിപ്സ് വന്നിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫേക്ക് ആയിട്ടുള്ളതും ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ലൈക്ക് എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരുപാട് നല്ല തമാശകളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അബൌട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും ആ സ്കൂൾ ലൈഫിലാണ്. അന്ന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് ഇപ്പോഴും എൻ്റെ വൈഫായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും, പിന്നെ അതുപോലെ എൻ്റെ ജേണി, ഞാൻ എങ്ങനെ വന്ന് അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പോഴും അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫ് എൻ്റെ സീറോ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ എന്നെ നന്നായി അറിയുന്നതും എൻ്റെ കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ എൻ്റെ അപ്സൈഡ്, എൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ സെൽഫ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റിയുള്ള ഒരാളാണ് എൻ്റെ വൈഫ്. പിന്നെ ആ ഒരു ടീനേജ് കാലത്ത് ഞാൻ ഗൾഫിൽ പോകും, അതായത് ഫാദറിൻ്റെ അടുത്ത് പോകുന്നത് ആ ഒരു ചെറിയൊരു ടൈം പീരീഡ് മാത്രമാണ്, അതായത് വെക്കേഷൻ പീരീഡ് മാത്രമാണ് നാട്ടിൽ നിന്ന് അങ്ങനെ പോയിരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വാപ്പച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് റിച്ച്. ആ ഒരു സമയത്ത് ഹി വാസ് റിച്ച്. ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു മടിയും കൂടാണ്ട് എനിക്ക് തന്നിട്ടുള്ള വാപ്പച്ചിയാണ്. ഞാനെപ്പോഴും എൻ്റെ റോൾ മോഡലായിരുന്നു എൻ്റെ വാപ്പച്ചി എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ അല്ലാന്നല്ല, എനിക്ക് ഈ വാപ്പച്ചി എന്ന് പറയുന്നത് കാരണം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എപ്പോഴും വാപ്പിച്ചി എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള പോലെ എന്നെ ലൈഫിൽ ആരും ട്രീറ്റ് ചെയ്തിട്ടില്ല. അത് ഈവൺ എൻ്റെ അപ്സിലും എൻ്റെ ഡൗൺസിലും എനിക്ക് നിന്നിട്ടുണ്ട്. ഒരുപാട് ചീത്തകൾ ഇപ്പോൾ ഒരു വാപ്പ എന്നുള്ള രീതിയിൽ ഒരു കുട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ നന്നാവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തികളാണ്. പക്ഷേ എൻ്റെ വാപ്പിച്ചി ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചീത്തൊന്നും പറയില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ചീത്തൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ എനിക്ക് ഒരു പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നെ അങ്ങനെ ഒരു ബാഡ് വേയിലൊന്നും അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ വാപ്പച്ചി. എപ്പോഴും ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ടും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യലി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് എൻ്റെ വാപ്പച്ചിയാണ്. സോ ഐ ആം പ്രൗഡ് എന്ന് പറയും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ വല്യപ്പ കുറച്ച് സ്ട്രിക്റ്റാണ്, കുറച്ചധികം സ്ട്രിക്റ്റാണ്. അതെല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റാണ്. ഇപ്പോൾ നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ ഒരുപാട് സർവൈവ് ചെയ്തിട്ടുണ്ട് ഫാമിലി ലൈഫിലൊക്കെ. ഒരാൾ ഗൾഫിൽ, ഒരാൾ നാട്ടിൽ, അപ്പം ഉണ്ടാവുന്ന കുറേ സിറ്റുവേഷൻസും അതൊക്കെ അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വാപ്പിച്ചി ഹീസ് എവറിത്തിങ്. ഒരു സാഹചര്യത്തിൽ വാപ്പിച്ചിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്ന്, അപ്പോൾ അതോടുകൂടിയിട്ട് ലൈഫിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസൊക്കെ മാറി. ഒരുപാട് എൻ്റെ വാപ്പിച്ചിക്ക് എനിക്കിപ്പോഴും തോന്നുന്നത്, എനിക്കറിയില്ല അത് ശരിയാണോ എന്നുള്ളത്, എൻ്റെ വാപ്പിച്ചി ചിലപ്പോൾ ലൈഫിലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുക. ഇൻവെസ്റ്റഡ് എ ലോട്ട് ഇൻ മൈ ഹൗസ്, അതായത് ഞങ്ങളെ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതെനിക്കിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ തെറ്റാവും, പക്ഷേ വാപ്പച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വാപ്പച്ചി ശരിയായിരിക്കും. ചിലപ്പോൾ വാപ്പച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ
പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുത്തത്. ഇപ്പോഴും ഞാനത് പറയാൻ എന്താ പറയുക, ഗ്രാജുവേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും വാപിച്ചെടുത്ത തീരുമാനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക അങ്ങനെയല്ല. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉമ്മച്ചിനോടാണെങ്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്, വാപിച്ച എല്ലാതും അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് ഇതായില്ലേ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ബിഗ്, എന്താ വലിയൊരു വീടാണ്. ആ ഒരു സമയത്തെന്നൊക്കെ പറയുന്നത് അത്ര വലിയ വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാം. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 10-ലോ +1-ലോ 10-ലാണെന്ന് തോന്നുന്നുണ്ട്, ആ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്. സോ അതാണ് വാപ്പിച്ചി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് വീടിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്ന്, പിന്നെ നാട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി അങ്ങനെ പോണ്. അപ്പോൾ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ വളർന്നു വലുതാവണ്, എൻ്റെ ബ്രദർ ഉണ്ടാവണ്. ബ്രദർ എനിക്ക് തോന്നുന്നില്ല എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനിയനെ ട്രീറ്റ് ചെയ്യുന്ന ദ സെൻസ് ഫിനാൻഷ്യലി ആണെങ്കിലും ആഗ്രഹിക്കുന്നതൊക്കെ ഇങ്ങനെ തരാനും ആഗ്രഹിക്കുന്നതെല്ലാം ഇങ്ങനെ എത്തിച്ചേരാനും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ച് തന്നിട്ടുള്ള ഒരു മോനായിരുന്നു. അത് ഞാനെപ്പോഴും പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നുമില്ല. റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ ഉണ്ടാവണ പുറത്ത് പോകുന്നത്, ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അത് മാത്രമേ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ, കുറച്ച് വലുതായപ്പോൾ ഒക്കെ അതും കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ്, അത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയാം. കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് എന്താ പറയുക, എനിക്കെന്തോ തോന്നി, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനത് എൻ്റെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് എപ്പോഴും ഇതൊക്കെ ആർക്കൊക്കെ അറിയുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ചിലപ്പോൾ അറിയായിരിക്കും, ഫാമിലി സർക്കിളിൽ അങ്ങനെ ആർക്കും അറിയാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. അതായത് എനിക്ക് എൻ്റെ വൈഫിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് അറ്റ് ദി ഏജ് ഓഫ് എത്രയായിരിക്കും, ഒരു 12 വയസ്സ് 13, എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് എനിക്ക് അറിയില്ല. ഏകദേശം ഞാനൊരു 8th 9th, ആ ഒരു 8th അല്ല, അതിന് മുന്നേ 6th 7th 8th ആ ഒരു റേഞ്ചിലൊക്കെയാണ് തോന്നുന്നുണ്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ നേരെ പോയിട്ട് എനിക്കിഷ്ടമാണോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെ നമുക്കിങ്ങനെ ആര് ചെന്നിട്ടും പ്രപ്പോസ് ചെയ്യാനും അങ്ങനത്തെ ആ ഒരു ഇതിലൊന്നും ആയിരുന്നില്ല. ഈവൻ ഐ വാസ് സോ സ്കാഡ്. ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ സംസാരിക്കാത്ത, മറ്റുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാത്തൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിഷ്ടം തോന്നി, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 3-4 വർഷം ഞാൻ പറയാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും, സർക്കിളിലുള്ള എല്ലാവർക്കും അറിയാം, അതായത് ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ വേറെ ആർക്കും അങ്ങനെ അറിയില്ല. ഈവൻ ഡോണ്ട് നോ ലൈക്ക് എനിക്ക് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഫെക്ഷൻ ഉണ്ടെന്നോ അതൊന്നും അങ്ങനെ അറിയില്ല. ജസ്റ്റ് സീക്രട്ട് എൻ്റെ ഉള്ളിൽ വെച്ച് അടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈവൻ അങ്ങനത്തെ ഫാമിലിയോടൊക്കെ പറയലൊക്കെ അന്ന് ഭയങ്കര പേടിയല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം എല്ലാത്തിലും ആവറേജ്, അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൽ തന്നെ ഇപ്പോൾ ഒരു 11th 12th കാലഘട്ടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹറാസ്മെൻ്റ് എന്നാണോ എന്ന് എനിക്കറിയില്ല, ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ടീച്ചേഴ്സൊക്കെ ഉമ്മാനോട് പറയുന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം സ്കൂൾ ലൈഫിൽ മാർക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെ ഗ്രേഡ്സിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് വീട്ടിൽ ഇങ്ങനെ കുത്തി പുകഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിലേഷൻഷിപ്പിനെ ഇൻക്ലൂഡാക്കി, അല്ലെങ്കിൽ അതൊരു വിഷയമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ
ഫാമിലിയിൽ തന്നെ ഇപ്പോൾ വീട്ടിലും ഉമ്മ അല്ലെങ്കിൽ ഉമ്മച്ചി, അതിൽ ഉമ്മച്ചി തന്നെ ഒരുപാട് സങ്കടത്തിലും പ്രയാസത്തിലും കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് ബിക്കോസ് ഓഫ് എ റിലേഷൻഷിപ്പ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ലിബറൽ അല്ലെങ്കിൽ ഒന്ന് ഓപ്പണായി, ഇപ്പോൾ പാരൻസ് ആണെങ്കിലും കുറച്ച് ഓപ്പണായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. സോ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്ന് ഭയങ്കര പ്രഷറായി തുടങ്ങി. പ്രഷർ ഇൻ ദ സെൻസ് വീട്ടിൽ ഇങ്ങനെ അറിഞ്ഞല്ലോ ഒരു ബാഡ് വൈബ് അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. പിന്നെ എൻ്റെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത്, സ്കൂൾ ലൈഫ് ജസ്റ്റ് പാസ്സായി, എല്ലാ വിഷയത്തിലും ജസ്റ്റ് പാസ്. ഇപ്പോൾ 11th 12th ഒക്കെ ആണെങ്കിൽ വലിയ നല്ല ഗ്രേഡ്സ് എന്ന് പറയാനൊന്നുമില്ല. ലൈക്ക് ആവറേജ് പാസ് ഒക്കെ ആവറേജായി അങ്ങനെ പോയി. പിന്നെ കോളേജ് ലൈഫ് തുടങ്ങി. കോളേജ് തുടങ്ങുമ്പോഴേ വിചാരിച്ചിട്ടുണ്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇനിയുള്ളത് അങ്ങനെ സാക്രിഫൈസ് ചെയ്യാനോ ഇതുവരെ കേട്ടിട്ടുള്ള പോലെ സ്കൂൾ ലൈഫിലുണ്ടായ സംഭവങ്ങളൊന്നും ഇനി കോളേജിൽ ഉണ്ടാവരുതെന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കോളേജ് ലൈഫിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത്, ഇപ്പോൾ കോളേജിലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പോൾ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ കോളേജ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജിലുള്ള സ്റ്റുഡൻസ് അവരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും പഠിക്കുന്ന ഒരു കുട്ടിയായി മാറി. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ വൈഫ് തന്നെയാണ്. അതൊക്കെ ആ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിഞ്ഞിട്ടുള്ള ഒരു ഇയറാണ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്ന വ്യക്തി ഒരുപാട് മാറിയതും എന്തായിരുന്നോ എന്നുള്ളതിൽ നിന്ന് എനിക്ക് കുറേ ക്യാപ്പബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കോളേജ് ലൈഫിലാണ്. അപ്പം അങ്ങനെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കോളേജ് സെമസ്റ്റർ എക്സാംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞാൻ കൂടുതലും പഠിക്കാൻ ഫോക്കസ് ചെയ്തു. കാരണം എനിക്ക് ഉണ്ടായിരുന്ന എയിം എന്ന് പറയുന്നത് എനിക്ക് മാരേജ്, അത് എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വന്നു. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വേറൊരു രാജ്യത്ത് പോകണം. അന്ന് ലണ്ടൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഡ്രീമായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെയാണ് ലണ്ടൻ എനിക്ക് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തുന്നേക്കാൾ മുന്നേ കോളേജ് ലൈഫിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് പോവാം. അപ്പോൾ കോളേജ് ലൈഫിൽ ഓരോ സെമസ്റ്ററും എന്താ പറയുക എക്സാംസൊക്കെ വരുമ്പോൾ നന്നായി ഞാൻ പഠിക്കും, എല്ലാത്തിലും നല്ല സ്കോറായിരിക്കും. അതിലൊരുപാട് എന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ വൈഫ് തന്നെയാണ്. ഒരു സെറ്റ് ഓഫ് ടൈമൊക്കെ ആകുമ്പോൾ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെനിപ്പിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ എന്നെ സൈഡിൽ നിന്ന് പുഷ് ചെയ്തിട്ടുള്ളതും എനിക്ക് പഠിക്കാനുള്ള ഹെൽപ്പൊക്കെ തന്നിട്ടുള്ളത് എൻ്റെ വൈഫ് തന്നെയാണ്. ആ സമയത്ത് പിന്നെ ട്യൂഷൻ, കോളേജിൽ ഉള്ള സമയത്ത് ഞാൻ ട്യൂഷൻ പോയിരുന്നു. അതായത് എക്കണോമിക്സ്, പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസി, ടാക്സ്, ഇതിനൊക്കെ ഞാൻ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ എനിക്കെന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് അത് ഹെൽപ്പ് ചെയ്യാനും പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമിൻ്റെ പീരീഡിലൊക്കെ ഞാൻ ഉറക്കില്ലാണ്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചെനിപ്പിക്കും, പഠിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരു സമയം. അതിൽ ഒരുപാട് എനിക്ക് എൻ്റെ ഗ്രേഡ്സിലാണെങ്കിലും എൻ്റെ ഇതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്ന് ഫസ്റ്റ് സെമസ്റ്ററൊക്കെ ആയപ്പോൾ എനിക്ക് എക്സാംസൊക്കെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്, പഠിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, നോട്ട് ജസ്റ്റ് ആൻ ആവറേജ് കിഡ് എനിമോർ എന്നുള്ള തോട്ട് വന്നു തുടങ്ങി. പിന്നെ വെറും ഫുൾ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ പോലെ ഇത് ക്രാക്ക് ചെയ്യണം, ഒരു സപ്ലി പോലും ഇല്ലാണ്ട് പാസ്സാവണം എന്നുള്ള ഒരു തോട്ടായി. അപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്, അതായത് കോളേജിലുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ ഞാനങ്ങനെ പോയി പഠിക്കുക അങ്ങനത്തെ ആ ഒരു സെറ്റപ്പിൽ കൂടെയാണ് പോയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോളേജ് ലൈഫിലും ഒരുപാട് ഗോസിപ്സും കാര്യങ്ങളൊക്കെ ലൈഫിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നടന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് എന്താ പറയുക ഒരു ഗുഡ് മെമ്മറിയാണ്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ഇപ്പോഴും പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അങ്ങനെ സർക്കിളായിട്ട് ഫ്രണ്ട് സർക്കിളിനായിട്ടുള്ളതോ അങ്ങനെയൊന്നും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വളരെ കുറവാണ്. മേ ബി
കയ്യിലെണ്ണാവുന്ന അത്ര മാത്രമേ ഒരു സർക്കിൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളത് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ക്വൈറ്റായിരുന്നു, കോളേജിലും ക്വൈറ്റ് തന്നെ ആയിരുന്നു, കൂടുതലും പഠിക്കുക എന്നുള്ള ഫസ്റ്റ് ബെഞ്ചിൽ സെക്കൻഡ് ബെഞ്ചിലൊക്കെയാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ടീച്ചേഴ്സിനൊക്കെ ഒരുവിധം ടീച്ചേഴ്സിനൊക്കെ അറിയാം. അങ്ങനത്തെ എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റായി മാറി. പ്യൂർലി പഠിക്കുക, മാരേജ്, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രിക്ക് മൂവ് ചെയ്യുക, ഇതായിരുന്നു പ്ലാൻ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിൽ തന്നെയാണ് എനിക്ക് കോളേജിൽ തന്നെയാണ് എനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡിനൊക്കെ എനിക്ക് എല്ലാവരും മുന്നിൽ വെച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ എല്ലാവരും മുന്നിൽ വെച്ചിട്ടൊക്കെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡായിട്ട് ഒരു അവാർഡ് പോലെ ഒരു സംഭവം കിട്ടുന്നതും പിന്നെ ഒരു ക്യാഷ് പ്രൈസ് കിട്ടുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻ്റാണ്. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇതൊന്നും ഞാൻ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല, ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫോട്ടോ കണ്ട് ഇത് വാങ്ങിക്കുന്ന എന്തോ ഒരു ഫോട്ടോ കണ്ടുണ്ട്. പിന്നെ അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്നെ പുഷ് ചെയ്യുന്നത് ഈ ഒരാളാണ്. അങ്ങനെ ലൈഫിനെ മൊത്തത്തിൽ മാറിത്തുടങ്ങി. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ എന്ന ഈ ഒരു സ്റ്റുഡൻറ്റിന് തന്നെയാണ് എൻ്റെ സ്കൂൾ ലൈഫിൽ ടീച്ചേഴ്സ് എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്തിരുന്നതും. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് എന്നുള്ള ഒരു സ്റ്റുഡൻറ്റ്, ആ ഒരു സ്റ്റുഡൻറ്റ് മാറി ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ്, അതും എല്ലാവരും മുന്നിൽ വെച്ച് ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു ക്യാഷ് പ്രൈസ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കം മൊമെൻ്റ് എന്ന് പറയാം. പക്ഷേ അതെൻ്റെ ഡ്രീമായിരുന്നില്ല, അത് ആ ഒരു പാത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്, അല്ലാണ്ട് അതൊരു ഡ്രീമായിട്ടല്ല. ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു റെഡ് ചെക്ക് ഷർട്ടും ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ കയറുന്നതൊക്കെ. സോ ഇറ്റ് വാസ് ഗുഡ് മെമ്മറി ഫോർ മീ. അപ്പം അങ്ങനെ കോളേജ് കാലഘട്ടം അങ്ങനെ പോയി. ഒരു സപ്ലൈ എക്സാംസും ഇല്ലാണ്ട് ഞാൻ എല്ലാ എക്സാംസും പാസ്സായി. പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്ത് UK അഡ്മിഷൻ എടുത്ത് അതിനൊക്കെ എനിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായി തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് കാപ്പബിലിറ്റി ഉണ്ട് ഇതെല്ലാം ചെയ്യാനും, അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു തോട്ട് വന്നു തുടങ്ങി. പിന്നെ അവിടുന്ന് ഞാൻ ഡിസിഷൻ എടുത്തത് UK കുറച്ച് കൺട്രീസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അയർലൻഡ്, പിന്നെ അതുപോലെ തന്നെ ഇറ്റലി, പിന്നെ UK. അപ്പോൾ ആ ഒരു സമയത്ത് IELTS കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വരാൻ പറ്റിയത് UK ആണ്. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ഫാമിലി ത്രൂ റിസർച്ചുകളൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു സമയത്ത് നാട്ടിൽ സെറ്റിലായി, ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എനിക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പെയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ UK കയറുന്നത്. അങ്ങനെ UK മൂവ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് കാറ്റിൻ്റെ എക്സാംസ് എഴുതി, കാറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ IB SAT ഹൈദരാബാദിൽ ഏതോ ഒരു സംഭവം എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, ഒരു ബിസിനസ് സ്കൂൾ ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ട് അതിൽ പാസ്സായി. IB SAT എന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ അതിൽ പാസ്സായി. പിന്നെ അതിലെ ഓഫർ ലെറ്റർ എനിക്ക് വന്നു, ഹൈദരാബാദ് ബിസിനസ് സ്കൂൾ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ അത് കോസ്റ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തപ്പോൾ ഏകദേശം ഞാൻ നാട്ടിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ ഹൈദരാബാദാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അവിടെ പഠിക്കുന്നതും ഏകദേശം UK പഠിക്കുന്നതും ഏറെക്കുറെ സിമിലറാണ്. പിന്നെ അവിടുത്തെ ലൈഫ് എക്സ്പെൻസ് അത് പാർട്ട് ടൈം ത്രൂ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡിൽ. പിന്നെ കുറച്ച് എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ അന്ന് UK അങ്ങനെ ആരും എൻ്റെ അറിവിൽ അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് സ്റ്റാറ്റസും ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മാരേജൊക്കെ വരുമ്പോൾ അത് എന്നെ ഒന്ന് പുഷ് ചെയ്യും എന്നുള്ളൊക്കെ ഒരു തോട്ടിൽ ഞാൻ എന്ത് ചെയ്തു, UK ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ UK എത്തുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മൈ സ്റ്റോറി. ലൈക്ക് എ ആവറേജ് ഒരു ബോയ് അല്ലെങ്കിൽ സാധാ ഒരു നോർമൽ ഒരു കിഡ്. ആരും വിശ്വസിച്ചിട്ടില്ല, ഈവൻ എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സോ ആരും വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്താ പറയുക, ഞാനിങ്ങനൊരു നിലയിലെത്തുന്നു, ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺട്രിയിലേക്ക് വരുന്നു. ആരും അന്ന് വിശ്വസിച്ചിട്ടുണ്ടാവില്ല, ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈവൻ ടീച്ചേഴ്സാണെങ്കിലും അങ്ങനെ
നല്ലത് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഓർമ്മയിലില്ല. ഞാൻ നല്ല നിലയിലെത്തും അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ആരെയൊന്നും കേട്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ തോട്ടിൽ ഒരു ആരും അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മൈ സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറിയിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഫോർ ദ നെക്സ്റ്റ് വൺ ഐ വിൽ ടെൽ യു അബൌട്ട് ദി UK ലൈഫ് ആൻഡ് എവറിത്തിങ് ഐ ഗോൺ ത്രൂ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ലൈഫിലെ മാറ്റങ്ങളിൽ വന്നിട്ടുള്ള സമയങ്ങളും അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാം. സോ ദിസ് ഈസ് വാട്ട് ഐ എം ഡൂയിങ് ഫോർ മൈ പ്യൂർലി ഡോക്യുമെൻറ്റിങ് മൈ ജേർണി. അന്ന് എനിക്കിത് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് ഇത്ര ഞാൻ ചിന്തിക്കുക അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിലൊന്നും ഇല്ല. അന്നൊക്കെ എവിടെയും ഡിജിറ്റലി അങ്ങനെ കാര്യങ്ങളൊന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പലരും പണ്ട് കാലത്ത് മീൻസ് ആ ഒരു സമയത്തൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ പറയുക അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അത് ഞാൻ ചെയ്തിട്ടില്ല. So yeah, I will see you in the next episode. So take care. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് എന്തോ ആയിക്കോട്ടെ, അതിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് ലൈഫ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളെ സിറ്റുവേഷന്, നിങ്ങളെ ലൈഫ് എവിടെയായിരുന്നു, അവിടെ നിന്നിട്ട് ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെ മാറി എന്നുള്ളതിന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ജേർണി. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും പ്രോപ്പർ ടൈമിങ്ങാണ്. പഠിച്ചോൻ എല്ലാതും എനിക്ക് പ്രോപ്പർ ടൈമിങ്ങിലാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. So yeah, I'm grateful what I am having at the moment and what I did in my past. So yeah, take care.